ഹലോ നമസ്കാരം. ഫ്ലേവർ സ്പോട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഒരു രാജസ്ഥാനി സ്റ്റൈലിലുള്ള ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കച്ചോരി. നമ്മുടെ മലബാർ സ്റ്റൈലിലുള്ള ഒരു സ്നാക്കായിട്ടൊക്കെ സാമ്യമുള്ള ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പം ഇതെങ്ങനെയാണെന്ന് ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പം കച്ചോരിക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഓയിൽ ഉപയോഗിക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ചായി ചേർത്ത് നോക്കിയാൽ മതി. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒരു ഡോ റെഡിയാക്കാം. ഇപ്പം നമ്മുടെ മാവ് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഫില്ലിങ്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ 250 ഗ്രാം ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഇനി ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലോണം വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് വഴറ്റാം, എന്നാൽ പെട്ടെന്ന് ഉള്ളി വഴണ്ടി വരും. ഉപ്പ് ഒരുപാട് ഇടാതെ ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിയിൽ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഇതൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചതച്ചതോ ചെറുതായി കട്ട് ചെയ്തതോ ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളി ഇപ്പം കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നുള്ളിയിട്ട ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എരിവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. പച്ചമുളകിൻ്റെ അളവും മുളക് പൊടിൻ്റെ അളവും ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ മസാലൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ മസാലൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ കുഞ്ഞു ബോൾസാക്കി എടുത്ത് പരത്തിയെടുക്കാം. അപ്പം ഇത് പരത്തിയെടുക്കുന്നതിന് മുമ്പായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തടവുക. ഇനി കുറച്ച് പൊടിയും കൂടി ഇട്ട് ഇത് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് തേച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നെയ്യ് ഉപയോഗിക്കാത്തവർക്ക് ഇവിടെ ഓയിൽ ചേർത്താലും മതി. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മടക്കി എടുക്കാം.
നേരെ പകുതിയിലേക്ക് മടക്കുക. ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതിൻ്റെ പകുതിയിലേക്ക് മടക്കി എടുത്തിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തുകൂടി നമ്മൾ മിക്സ് തേച്ച് കൊടുക്കാം. ഇത് ഇതേപോലെ പകുതിയിലേക്ക് മടക്കി ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇനി ഇത് പരത്തിയെടുക്കാം. കൈയോട് പരത്തി എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് റോളർ കൊണ്ട് തന്നെ ചെയ്തെടുക്കാം. ഇതൊരു ചതുരാകൃതിയിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കോർണറിൽ നിന്ന് എല്ലാ കോർണറിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ഇതേപോലെ തന്നെ ഓരോരോ കോർണറിൽ നിന്നും സെൻറ്ററിലേക്ക് മടക്കാം. പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്ത് 4 കോർണർ റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കച്ചോരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു 6 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ഇനി കച്ചോരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഒരു 5 മിനിറ്റോളം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്തെടുത്തത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കച്ചോരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഫ്സുമായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉള്ളൊരു സ്നാക്കാണിത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.